എവിടെ വെച്ചാണ് ഭാഗ്യലക്ഷ്മിക്ക് ഒരു ബോധോദയം ഉണ്ടായത്? അതായത് എൻ്റെ ശിഷ്ടകാലം ഇനി ആ ശബ്ദത്തിലൂടെയാണ് ഞാൻ മുന്നോട്ട് പോകാൻ പോകുന്നത്. എവിടെ വെച്ചത് ആ ഒരു തോന്നലുണ്ടായി? കല്യാണം കഴിഞ്ഞ് എൻ്റെ വിവാഹ ജീവിതം അത്ര സുഖകരമല്ല എന്ന് തോന്നിയപ്പോൾ എനിക്ക് ആ സമയത്തൊരു ഡൈവേർഷൻ ആവശ്യമായിരുന്നു. യഥാർത്ഥത്തിൽ ഡബ്ബിങ്ങിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത് അവിടെ വെച്ചാണ്. അതുവരെ കല്യാണം ഞാൻ ഒരു നല്ലൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണെന്ന് പേര് വരുന്നത് നോക്കത്ത ദൂരത്ത് തന്നെയാണ്. തീർച്ചയായിട്ടും അതിൽ ഒരുപാട് പഠിപ്പിച്ചു എന്നെ, ഒരുപാട് പഠിക്കാൻ ശ്രമിച്ചു. ഡബ്ബിങ്ങിൻ്റെ കുറേ ടെക്നിക്സൊക്കെ മനസ്സിലാക്കിയെങ്കിലും അപ്പോഴും കുറുക്കൻ്റെ നോട്ടം എന്ന് പറഞ്ഞ മാതിരി എൻ്റെ നോട്ടം മുഴുവൻ വിവാഹ ജീവിതമാണ്. ഇവിടെയാണ് ഒരു ബ്രേക്ക് എന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞല്ലേ? ഈ സിനിമ ജീവിതത്തെ വല്ലാതെ മാറ്റി. ആൾക്കാർ എന്നോടുള്ളൊരു സമീപനമൊക്കെ വല്ലാതെ മാറ്റി. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ പെട്ടെന്ന് അങ്ങോട്ട് എനിക്ക് അത് മലയാള സിനിമയിൽ വളരെ വ്യാപാര നോക്കത്തോടുകൂടെ പറയുകയാണെങ്കിൽ റെമ്യൂണറേഷൻ കൂട്ടാൻ ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ്. ഇതിനു മുമ്പ് തന്നെ ഭാഗ്യത്തിനൊരു ശബ്ദത്തിൻ്റെ കാര്യത്തിലൊരു ഭാഗ്യമുണ്ടെന്ന് ചില ആൾക്കാർ ചിന്തിച്ചിരുന്നു. അങ്ങനെ ചില ആൾക്കാർ വീട്ടിലും വന്നിരുന്നു. പക്ഷെ അന്നാരും പറഞ്ഞിട്ടില്ല. നോക്കാം നമുക്ക്. ഭാഗ്യലക്ഷ്മി ഡബ് ചെയ്യാൻ വരുമ്പം അന്ന് ഞങ്ങൾ കൂടെ കണ്ട ഒരു തടിച്ച് പൊക്കമുള്ള ഒരു സ്ത്രീയാണ്. അത് പിന്നെയാണ് മനസ്സിലായത് ഭാഗ്യലക്ഷ്മിയുടെ അമ്മ വല്യമ്മയാണെന്ന്. അപ്പം ശരിക്കും ഞങ്ങളൊക്കെ വളരെ കുസൃതിക്കാരായിട്ടുള്ള ചെറുപ്പക്കാരായിരുന്നു. ഭാഗ്യലക്ഷ്മിയെ നല്ല കാണാൻ സുന്ദരിയായ ഭാഗ്യലക്ഷ്മിയെ ഇടയ്ക്കിടയ്ക്ക് ഒളികണ്ണിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ ചെറുപ്പക്കാരെ വല്യമ്മ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഭാഗ്യലക്ഷ്മി അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞ് ഞങ്ങളെ നോക്കി ചിരിക്കുക എന്തെങ്കിലും ചെയ്താൽ ആ വല്യമ്മ കണ്ണുരുട്ടി കാണിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. തിരനോട്ടം ഡബ്ബിങ് സമയത്തെ മോഹൻലാലും ഞാനും ഒക്കെ ഉണ്ട്. അപ്പം പ്രിയൻ ഡബ്ബിങ് കൺസോളിലിരിക്കുന്നു, സുരേഷ് ഇങ്ങനെ പ്രൊഡ്യൂസറായിട്ട് ഇങ്ങനെ അവിടെയൊക്കെ ഉണ്ട്, അശോക് കുമാറുണ്ട്. അപ്പം അന്ന് വെച്ചാൽ ഒരുമിച്ച് മൈക്കിൽ നിൽക്കണമല്ലോ. അപ്പം മോഹൻലാൽ ചാടി വന്ന് എൻ്റെ അടുത്ത് വന്നിങ്ങനെ നിന്നു. മോഹൻലാൽ ഫസ്റ്റ് പടമല്ലേ, ലാൽ ആരും അല്ലല്ലോ. ലാലിങ്ങനെ വന്ന് നിന്ന ഉടനെ എനിക്ക് പുറകിൽ നിന്ന് വല്യമ്മയുടെ റിയാക്ഷൻ അറിയാം. അപ്പം ഞാൻ പതുക്കെ വല്യമ്മ ഇങ്ങനെ തിരിഞ്ഞു, വല്യമ്മ അവൻ്റെ അടുത്ത് മാറി നിൽക്ക്. അതെങ്ങനെ മോഹൻലാലിനെ വല്യമ്മയ്ക്ക് തിരിച്ചറിയാൻ പറ്റി? അത് മോഹൻലാലെന്നല്ല, എല്ലാവരെയും വല്യമ്മ ഒരേ കണ്ണു. ഊണ് കഴിക്കാറായപ്പോൾ ഞാൻ കൈ കഴുകാൻ പോയപ്പോൾ ലാലു വന്ന് എൻ്റെ അടുത്ത് കുശു ഇങ്ങനെ എന്നോട്, ലാലു വന്ന് ഈ കിളവി എപ്പോഴും കൂടെ കാണും. ഈ കിളവി എപ്പോഴും കൂടെ ഉണ്ടോ? ഞാൻ പറഞ്ഞാൽ കാണും. തിരിച്ചു കേട്ടോന്ന് വല്യമ്മ, എന്താടി അവൻ പറഞ്ഞത്? എന്താ നിങ്ങൾ അവിടെ ഒരു സ്വകാര്യം പറയുന്നത് കേട്ടല്ലോ, സൂക്ഷിച്ച് കണ്ടുപോകുന്നത്. പക്ഷെ എന്നാലും ഭാഗ്യലക്ഷ്മി ലാല് പറഞ്ഞ എന്താണെന്നുള്ളത് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ല, പറയാൻ കൊള്ളുവോ? ഉള്ളിലൊരു 17-കാരിയുടെ എല്ലാവിധ ആക്ച്വലി നമ്മുടെ കൂടെ ഇങ്ങനെ മാല തൂങ്ങി ഒരുമാതിരി സംശയരോഗി പോലെ നടക്കും. നമുക്ക് നമ്മുടെ ഏജിലുള്ള ആണുങ്ങളുമായിട്ടൊക്കെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നമുക്ക് ആഗ്രഹം. പോകാൻ നേരത്ത് ലാല് നന്നായി നോക്കിയിട്ടൊക്കെയല്ലേ പോയത്? അല്ലല്ല, ലാൽ അങ്ങനെയൊന്നുമില്ല. ലാൽ അന്ന് അങ്ങനെയൊന്നുമില്ല. എന്താ പറഞ്ഞേ? എൻ്റെ അമ്മേ, ഞാനൊന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ല, എല്ലാം പറഞ്ഞു. ഓക്കെ.